Kalyan Jewelers Celebrating 200 showrooms. Visit now for exciting offers. ഇത് ട്രൂ ഇവൻറ്റ്സ് ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥയിൽ അങ്ങനത്തെ ഒരു ലാർജർ ദാൻ ലൈഫ് ഒന്നും അല്ലാത്ത ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സാധാരണക്കാരൻ്റെ സിറ്റുവേഷൻസൊക്കെ തന്നെയുള്ള ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടറാണ്. ജോളി ചെന്ന് ടോയ്ബ്രോയെ ഞാൻ കണ്ടപ്പം ടോയ്ബ്രോ ഒരു വള്ളത്തെ കയറി പോയി. അപ്പോൾ പുറകെ പിടിക്കണമല്ലോ, ഞാനും വേറൊരു വള്ളം എടുത്ത് പുറകെ ചേസ് ചെയ്ത് തന്ന് ഒരു ലൊക്കേഷനിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് അടുത്ത പ്രസിദ്ധ പയ്യൻ്റെ ലൊക്കേഷനിൽ കഥ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ ആ പ്രോജക്റ്റ് നടന്നില്ല. ഞാൻ ആദ്യമായിട്ട് കഥ പറയുന്ന നായകനാണ് ടോയ്ബ്രോ. പിന്നെ ഇല്ല, ഹാക്കേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഫോൺ റെക്കോർഡ്സ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയ ഇല്ല, വാട്സാപ്പ് ഇല്ല, ഒന്നുമില്ലാത്തൊരു സമയത്തെ ഒരു കേസ് അന്വേഷണം. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയും അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടറും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ടെക്നീഷ്യൻസും ക്രൂവും. ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ എന്നതിനപ്പുറത്ത് ഇതൊരു ഭയങ്കരമായ ട്വിസ്റ്റും ടേൺസും അങ്ങനെയുള്ള ഒരു സിനിമയല്ല ഇത്. ഇതിനകത്ത് ഞാൻ ഇതിനാദ്യം കൊടുത്തൊരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇത് അന്വേഷണങ്ങളുടെ കഥ മാത്രമല്ല, അന്വേഷകരുടെ കഥ കൂടാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും ടീമാണ് ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. ടോവി, ആദ്യം ഈ പോലീസ് റോളിൽ ക്യാരക്ടർ ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ ചോദിക്കുന്നതാണ്. തൊട്ട് മുമ്പ് കാക്കിയിരുന്നു, വീണ്ടും കാക്കിയിരുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ക്യാരക്ടറിനൊരു യുണീക്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളത് ഭയങ്കര ഒരു ബിബ്ലിക്കൽ ടൈറ്റിലൊക്കെയാണല്ലോ. എന്താ പിന്നെ പഴയ കാലഘട്ടമാണ്, എന്താ ഇതിലൊരു പ്രത്യേകത പറയാവുന്നത്? ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സ് എസ്രയിൽ ഒരു ACP ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ തരംഗത്തിൽ ഈ സസ്പെൻഷനുള്ള ഒരു പോലീസുകാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കൽക്കിയിൽ അതിലാണ് യൂണിഫോമിലുള്ളൊരു വേഷം ഞാൻ ഫുൾ ഫ്ലെഡ്ജായിട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അത് കുറച്ച് ലാർജർ ദാൻ ലൈഫ് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. എൻ്റെ കഥയും അങ്ങനത്തെ ഒരു ഫിക്ഷണൽ കഥയും ഒക്കെ ആയിരുന്നു. ഇത് ട്രൂ ഇവൻറ്റ്സ് ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥയിൽ അങ്ങനത്തെ ഒരു ലാർജർ ദാൻ ലൈഫ് ഒന്നും അല്ലാത്ത ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സാധാരണക്കാരൻ്റെ സിറ്റുവേഷൻസൊക്കെ തന്നെയുള്ള ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അത് സിനിമ കാണുമ്പോൾ ഒരിക്കലും കൽക്കിയിലെ പോലീസുകാരനായിട്ട് യാതൊരു സിമിലാരിറ്റിയും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് ഇതിനകത്ത്. അപ്പോൾ യൂണിഫോമിൻ്റെ കളർ ഒഴിച്ച് യൂണിഫോമിൻ്റെ ഫിറ്റ് പോലും വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബോഡി വെയിറ്റ് പോലും സിക്സ് പാക്ക് ഒന്നും ആവശ്യമുള്ള ഒരു ക്യാരക്ടർ അല്ല ഇത് സമയത്ത്. എന്നാൽ അത്യാവശ്യം ഫിറ്റ്നസ് ഉള്ള ഒരാളായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കണ്ടത്. പിന്നെ ഇതൊരു പീരിയഡ് സിനിമ ആയതുകൊണ്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇന്നത്തെക്കാളും വളരെ കുറവുള്ളൊരു സമയമായതുകൊണ്ട് കുറച്ചും കൂടെ കേസ് അന്വേഷണത്തിന് ആ ഒരു പഴയ ഫ്ലേവർ ഉണ്ടാവും. ആ പഴമയാണ് ഇതിലെ ഹ്യൂമൻ ഇന്റലിജൻസ് ഇല്ല, ഹാക്കേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഫോൺ റെക്കോർഡ്സ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയ ഇല്ല, വാട്സാപ്പ് ഇല്ല, ഒന്നുമില്ലാത്തൊരു സമയത്തെ ഒരു കേസ് അന്വേഷണം. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയും അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടറും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ടെക്നീഷ്യൻസും ക്രൂവും ഒക്കെ ക്വാളിറ്റിയിലോട്ടും ഈ സിനിമ കോംപ്രമൈസ്ഡ് അല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല കണ്ടന്റുള്ള ഒരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് പ്രതീക്ഷകൾ. ഈ ഡാർവിൻ കുര്യാക്കോസ് കറക്റ്റ് അല്ലേ? നിങ്ങൾ രണ്ടുപേരും എനിക്കൊന്ന് പ്രൊഡക്ഷനിലാണ് ലോഞ്ച് ചെയ്യപ്പെട്ടത്. അല്ല, ഡാർവിൻ ആക്ച്വലി പ്രൊഡക്ഷനിലില്ലായിരുന്നു. കാപ്പയുടെ സമയത്ത് 2018 എൻ്റെ അടുത്ത് ഒരു പ്രൊഡക്ഷൻ തുടങ്ങാൻ മുമ്പ് എൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു സ്ക്രിപ്റ്റ് പോയി പറയുന്ന ടോയ്ബ്രോയുടെ അടുത്താണ്, തീവണ്ടിയുടെ സെറ്റില്. ഞാൻ അന്ന് അതിന്റെ ക്യാമറമാനായിരുന്നു. അതായത് ടോയ്ബ്രോ ഞാൻ വേറെ ആ സ്ഥലം എവിടെയായിരുന്നു? പയ്യോളി ചെന്ന് ടോയ്ബ്രോയെ ഞാൻ കണ്ടപ്പം ടോയ്ബ്രോ ഒരു വള്ളത്തെ കയറി പോയി. അപ്പോൾ പുറകെ പിടിക്കണമല്ലോ, ഞാനും വേറൊരു വള്ളം എടുത്ത് പുറകെ ചേസ് ചെയ്ത് തന്ന് ഒരു ലൊക്കേഷനിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് അടുത്ത പ്രസിദ്ധ പയ്യന്റെ ലൊക്കേഷനിൽ കഥ കേൾക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല. ഞാൻ ആദ്യമായിട്ട് കഥ പറയുന്ന നായകനാണ് ബ്രോ. പിന്നെ ബ്രോയെ വെച്ചിട്ട് ഇപ്പൊ ഈ പടം ചെയ്യുന്നു. അല്ല, ഇപ്പൊ ഈ സിനിമയുടെ കാര്യത്തില് ഒന്ന് നിങ്ങൾ ട്വിൻസ് ആണ് എന്നുള്ളത് ഒരു കൗതുകമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പം ഞാൻ 1-2 പ്രാവശ്യം കണ്ടുകൊണ്ട് പെട്ടെന്ന് മാറിപ്പോയില്ല. പിന്നെ ഞാൻ നേരത്തെ ഡോൾവിനോട് ചോദിച്ചിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു തരുവാണെങ്കിൽ കറക്റ്റ് തെറ്റിപ്പോവാതിരിക്കാൻ. ഈ ട്വിൻസ് ആണ് എന്നുള്ളത് ലൊക്കേഷനിലോ സിനിമയിലേക്കുള്ള വരവിലോ ഉറപ്പായും പ്രൊഫഷണൽ ലൈഫിൽ ഇപ്പം അഖിൽ സത്യൻ, അനൂപ് സത്യനൊക്കെ അവരെപ്പോഴും ഷെയർ ചെയ്യാറുണ്ട് മാറിപ്പോകുന്ന കാര്യം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സിനിമയിൽ വന്നതിന് ശേഷം ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ടാവും? ദോഷമൊന്നും ഉണ്ടായിട്ടില്ല, ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദോഷം എന്ന് പറയാനായിട്ടുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആളുകൾക്ക് ഇപ്പൊ സിനിമയിലേക്ക് വരാനോ അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം നല്ലൊരു 2 പേരുള്ളപ്പം ഒരു ഇഷ്ടം അങ്ങോട്ട്
തോന്നുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്വിൻസ് ആണ് എന്നുള്ളത് അല്ലേ? ട്വിൻസ് അതായത് കൂടുതൽ പെട്ടെന്ന് ആളുകൾക്ക് കുറച്ചും കൂടെ നമ്മള് എന്താണ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും കൗതുകമുണ്ട്, ശരിയാ. ആളുകൾക്ക്. പിന്നെ നമുക്ക് ബേസിക്കലി ട്വിൻസ് ആയതിന്റെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പെട്ടെന്ന് കുറച്ചും കൂടെ ആളുകൾ നമ്മളെ പെട്ടെന്ന് ഓർത്തിരിക്കും. ബുഫേക്കൊക്കെ കയറുമ്പോഴേ മൂത്രമൊഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് തിരിച്ചു കയറിയിട്ട് അടുത്തയാളെ കഴിക്കുന്നത്. ഈ നേരത്തെ ടോബി പറഞ്ഞതിന്റെ തുടച്ചില്ലേ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഇന്റലിജൻസ് വെച്ച് കുറ്റാന്വേഷണം നടത്തുന്ന ഒരു സിനിമയാണെന്ന് സ്വാഭാവികമായിട്ട് തോന്നുമല്ലേ ഇതിന്റെ ഒരു കാലഘട്ടം നോക്കുന്ന സമയത്ത്? കാരണം ഈ പറയുന്ന സാങ്കേതിക വിദ്യ, ടെക്നോളജിയുടെ ഒന്നും ഇതില്ലല്ലോ. കുറച്ചുകൂടി ആനുകൂല്യം കുറവാണല്ലോ ഒരു സിനിമ എന്നുള്ള ഇതിൽ, അതിൻ്റെ മേക്കിങ്ങിലും സംഗതിക്കൊക്കെ. സ്വാഭാവികമായിട്ടും ജിന്നുമായിട്ട് അസോസിയേറ്റ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിൽ കണ്ടൊരു ക്യൂരിയസ് ഫാക്ടർ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കാം? ഇതിൽ ഞാൻ കണ്ടത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം 90s ഒരു കഥ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോഴത്തേക്കിന് ഈ പറയുന്ന ഇപ്പോഴത്തെ ടെക്നോളജി ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ജെനുവിനിറ്റി കുറച്ചുകൂടെ കൂടുതലാണ് സ്ക്രിപ്റ്റിങ്ങിൽ. അപ്പം അതും പിന്നെ മേക്കിംഗ് ബേസ് കുറച്ച് മറ്റേ ഇപ്പോഴൊരു സിനിമ ചെയ്യുന്നതിനേക്കാളും നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട് കുറച്ചൊരു എഫേർട്ട് നമുക്ക് കൂടുതലാണ്. പക്ഷേങ്കിൽ ഒരു നമ്മൾ ഈ 90s സിനിമകളൊക്കെ കണ്ട് വളർന്നു വന്നതിൻ്റെ നമുക്കൊരു ഒരു ഇഷ്ടമുണ്ട് അങ്ങനത്തെ ഒരു സിനിമ മേക്ക് ചെയ്യുന്നതിനോട്. അപ്പം സ്ക്രിപ്റ്റ് ബേസ് ഈ സിനിമയിലേക്ക് വരാൻ കാരണം ഇതിനകത്തൊരു കള്ളത്തരമില്ലാത്തൊരു ജെനുവിൻ പരിപാടി ഉണ്ടെന്നുള്ളതാണ് നമ്മളിതിനെ അട്രാക്ട് ചെയ്യിച്ച സാധനം. പിന്നെ മേക്കിംഗ് ബേസ് ഇപ്പം ചെയ്യുന്ന സിനിമകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എഫേർട്ട് കൂടുതലാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ നീതി പുലർത്തി കുറച്ചുകൂടെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു അതിനകത്ത് കണ്ട ഒരു അട്രാക്ഷൻ. ജിനു, ഇതിലെ ഈ കടുവ പോലത്തെ ഒരു വലിയ സക്സസിന് ശേഷമുള്ള ഒരു സിനിമയാണ്. പക്ഷെ നമ്മൾ നോക്കുക ഇതിന്റെ ടീസറൊക്കെ വരുന്ന സമയത്ത് ഒരു റീസെന്റ് വന്ന നമ്മുടെ ത്രില്ലർ, പോലീസ്, ക്രൈം, ഡ്രാമ സിനിമകളുടെ ഒരു ടോണിലെ ഡാർക്ക്നെസ്, അങ്ങനെ നമ്മളുടെ ഒരുപാട് ടെംപ്ലേറ്റ് എന്നൊക്കെ നമ്മൾ പറയാവുന്ന സ്വഭാവത്തിലല്ല വന്നത്. വേറെ തരം ഫ്രഷ്നെസ് ഉണ്ട്. ഈ പറയാവുന്ന ഒരു വിൻറ്റേജ് ഫീലിലൊക്കെയാണ് ഇത് വന്നേക്കുന്നത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ മാസ്റ്ററിൽ തുടങ്ങിയ സമയത്തും പിന്നെ ക്രൈം ഡ്രാമയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മർഡർ മിസ്റ്ററി ആയിരുന്നു അതും. ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയോ തരത്തിൽ ജിന്നുവിനെ കണക്ട് ചെയ്തും റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറികളിലൂടെ ചെയ്തൊരു സിനിമയെന്ന് കേട്ടിട്ടുണ്ട്. അതെ ഇപ്പം ഞാനിപ്പം സ്ക്രിപ്റ്റ് എഴുതുന്നത് അങ്ങനെ റെഗുലറായിട്ട് എപ്പോഴും എല്ലാ വർഷവും സിനിമ ചെയ്യുന്ന അങ്ങനെ ഒരാളല്ല. എനിക്കൊരു സ്ക്രിപ്റ്റ് ഇപ്പം ഇങ്ങനൊരു സ്ക്രിപ്റ്റ് വന്നാൽ എഴുതി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള അതാണ് ഞാൻ ആഡം ജോൺ ചെയ്യുന്ന സമയത്താണെങ്കിലും കടുവ ചെയ്യുന്ന സമയത്ത്, കടുവ എന്ന് പറയുന്നത് 90s നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു മാസ് പടം കുറേ നാളായിട്ട് ഇല്ലാതിരുന്നപ്പോൾ അങ്ങനെ ഒരു പരിപാടി ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കടുവ ചെയ്യുന്നത്. കടുവയുടെ എഴുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്ന സിനിമയാണ് അന്വേഷിപ്പും കണ്ടത്. ഇപ്പം അനീഷ് ബ്രോയ്ക്ക് അറിയാം, ഞാൻ ചില കാണാതായ പെൺകുട്ടി നിങ്ങളോട് വാദവരാതെ സംസാരിച്ചിട്ടുള്ളത്, അതുപോലെ ഈ കണ്ണി കൂടി, യവനിക. എനിക്ക് ആ മോഡിൽ ഒരു സിനിമ എഴുതണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഭയങ്കര റിയൽ ആയിട്ടുള്ള അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ടെക്നോളജിയുടെ അഡ്വാൻറ്റേജും കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ടാവുക. അതായത് ഈ സിനിമയിൽ അന്വേഷണം നടക്കുന്നത് റബ്ബർ തോട്ടത്തിലും കപ്പക്കാലായാലും അങ്ങനത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. ഈ റബ്ബർ വെട്ടുകാരനും മീൻകാരനും ഒക്കെ പരവനും ഒക്കെയാണ് ഇതിനകത്തെ സാക്ഷികളായി വരുന്നതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഒരുപാട് നാളായിട്ട് നമ്മുടെ സിനിമയിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതണം എന്ന് തോന്നാനുള്ള കാരണം. അപ്പോൾ ഡാർവിൻ എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ്, ഞാൻ ഒരു 2012 മുതൽ വർക്ക് ചെയ്ത് എനിക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റാതായി വിട്ട ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇത് ഒരുപാട് ആളുകൾക്ക് ഇൻഡസ്ട്രിയിൽ അറിയാം. പലരും ശ്രമിച്ചിട്ട് എൻ്റെ പ്രതിഭാ ദാരിദ്ര്യം കാരണം എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. ഇത് കേട്ടറിഞ്ഞിട്ടാണ് ഡാർവിൻ വരുന്നത്. ഡാർവിൻ വന്നിട്ട് എന്നോട് കഥ ചോദിച്ചു. ഞാൻ ആ കഥ പറഞ്ഞു, ഇത് നമുക്ക് ചെയ്യണമെന്ന് ഡാർവിൻ പറഞ്ഞു. അവർ വേണ്ട, ഇത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഡാർവിനും ഞാനും കൂടെ കുറേ ദിവസമൊക്കെ ഇരുന്ന് അവസാനം ഡാർവിന് തന്നെ ബോധ്യമായി ഒരു ദിവസം ഇത് നടക്കില്ല. കാരണം ആ സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻട്രോവൽ ഭയങ്കര ഹെവി ആയിട്ട് നിന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ക്ലൈമാക്സ് എനിക്ക് എഴുതി വെപ്പിക്കാൻ പറ്റാതെ പോയിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഡാർവിനെ ഇനി ഞാൻ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറയാം. നിനക്ക് പരിപാടി നടക്കണമെങ്കിൽ ഞാൻ വേറൊരു സബ്ജക്റ്റ് പറയാം. ഇത് ഞാൻ അടുത്തിട്ട് എഴുതാൻ പോകുന്ന സ്ക്രിപ്റ്റാണ്, താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യമൊക്കെ വീണ്ടും പഴയ സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഇത് പഴയ കാലം എന്നുള്ളതുകൊണ്ട് പഴയ സബ്ജക്റ്റ് ആദ്യം വന്ന സബ്ജക്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരി വേണ്ട, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ എഴുത്ത് തുടങ്ങുന്നത്. എഴുത്ത് സ്റ്റാർട്ട് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പം ലോക്ക്ഡൗൺ. ആ ലോക്ക്ഡൗൺ പീരീഡ് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിച്ച് ഒരു സ്ഥലത്ത് താമസിച്ച് ഞാൻ പകൽ മുഴുവൻ ഒരു വീടെടുത്ത് നമ്മൾ താമസിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ എഴുത്തും പരിപാടികളും വൈകുന്നേരം നമ്മൾ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കലും ഒക്കെ ആയിട്ട് ഒരു 3-3.5 മാസം കഴിഞ്ഞ് ഇത് എഴുതി പിറ്റേ ദിവസം ഞാൻ ടോബി ബ്രോയെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പരിപാടിയുണ്ട്,
എന്ന് പറഞ്ഞ് ലോക്ക്ഡൗണിൻ്റെ റെസ്ട്രിക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ചില കണ്ടെയ്ൻമെൻറ്റ് സോണുകളൊക്കെ പാസ് ചെയ്ത് വേണം നമുക്ക് ഇരിങ്ങാലക്കുട ബ്രോയുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നത് ചാലക്കുടിയിലുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസ് മാത്രമാണ് അന്ന് ഓപ്പൺ ആയത്. ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് പറയുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തുന്നതും. ഇങ്ങനൊരു സബ്ജക്റ്റ് വർക്ക് ചെയ്യണമെന്നുള്ളത് എനിക്ക് ഭയങ്കര പേഴ്സണലി ആഗ്രഹം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഒരു പീരീഡ് എന്ന് പറയുന്ന ഒരു സാധനം. ഇതിന് പക്ഷേ എന്നെ ട്രിഗർ ചെയ്ത് വേറൊരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് ഈ സമയത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. 2019 ആദ്യമാണെന്ന് തോന്നുന്നു. എൻ്റെ ഫോണിൽ ഒരു കോൾ വരണം. എനിക്ക് ആ കോൾ മിസ്സായിപ്പോയി. ഞാൻ അത് ട്രൂ കോളറിൽ നമ്പർ അടിച്ച് നോക്കിയപ്പോൾ പത്തനംതിട്ട സൈബർ സെല്ലിൽ നിന്നാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ തിരിച്ചു വിളിച്ചു. പത്തനംതിട്ട എൻ്റെ നാടാണ്. തിരിച്ചു വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, എനിക്ക് എൻ്റെ കോൾ എന്ന് പറയുമ്പോൾ SP സൈമൺ സാറിന് നിങ്ങളോടൊന്ന് സംസാരിക്കണം, സാറിൻ്റെ നമ്പർ ഞാൻ തരാം, നിങ്ങളൊന്ന് വിളിക്കണം സാറിനെ. ഞാൻ വിളിച്ചു. SP സൈമൺ സാർ എന്നോട് പറഞ്ഞു, പത്തനംതിട്ട SP ആണ് അദ്ദേഹം, ഞാനിപ്പം ജസ്ന കേസ് അന്വേഷിക്കുകയാണ്, അതിന് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കഴിഞ്ഞ ദിവസം ഒരു വൈറ്റ് ഇൻഫർമേഷൻ കിട്ടി. നിങ്ങൾ പട്ടുമല പള്ളിയിൽ, കട്ടപ്പനയ്ക്കടുത്തുള്ള പട്ടുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ ഷൂട്ട് ചെയ്തിരുന്നു, നിങ്ങൾ ഡയറക്റ്റ് ചെയ്തൊരു സിനിമ. ഞാൻ പറഞ്ഞു ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആഡം ജോ എന്ന് പറഞ്ഞു. ആ ലൊക്കേഷനിൽ കാണാതായ സമയത്ത് ജസ്ന വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് മൊഴി. അവിടെ ആരെയോ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് അവിടെയുള്ള മുഴുവൻ ക്രൂ ലിസ്റ്റ് വേണം. സാറേ ഞാൻ തരാം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ആഡം ജോ ഞാൻ ഷൂട്ട് ചെയ്തത് 2017 ജസ്ന മിസ്സിങ് ആവുന്നത് 2018 പിന്നെ എങ്ങനെയാണ് കാണാതായ സമയത്ത് വരുന്നത്? നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങളുടെ സിനിമ ചെക്ക് ചെയ്തോളൂ, മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വിളിക്കാൻ വന്നോട്ട് പുള്ളി 1 മണിക്കൂർ ചോദിച്ചോളൂ, ജിന്നു അതൊരു റോങ് ഇൻഫർമേഷനാണ്, സോറി എന്ന് പറഞ്ഞു. ഇത് എനിക്ക് ഈ കാണാതായ ആ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കിത് എഴുതാനായിട്ട് ഇത് പെട്ടെന്ന് എഴുതണമെന്ന് തോന്നിച്ച ഒരു ഇൻസിഡൻ്റ് ആണ്. അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഇതിനകത്ത് കാലിക പ്രസക്തി പെൺകുട്ടി അവിടെ അതെ അങ്ങനെ പരിപാടിയായിട്ട് അതും ബന്ധപ്പെട്ടിട്ടുണ്ട്. ടോബി, ഇതിലെ ഈ പറഞ്ഞ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മളൊരു 80s അല്ലെങ്കിൽ 70s സെറ്റിങ്സിൽ വരുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പല ആളുകളും പറയുന്നത് ഒരു വിൻറ്റേജ് കോസ്റ്റ്യൂം, കാരണം നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്തൊരു കാലത്തേക്കാണല്ലോ ക്യാരക്ടർ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. അന്നത്തെ പോലീസിൻ്റെ പെരുമാറ്റ രീതികൾ അന്നത്തെ കാലഘട്ടത്തിലെ യാത്ര ചെയ്യുന്നത് പേഴ്സണലി അത് ഏതെങ്കിലും തരത്തിൽ കുറച്ചുകൂടി ക്യൂരിയസ് ഫാക്ടറായിട്ട് വരാറുണ്ടോ? വേറൊരു തീർച്ചയായിട്ടും ഞാൻ അതിനെ പറ്റിയിട്ട് കുറെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വെച്ചിട്ട് നമുക്ക് കേസ് അന്വേഷണം എളുപ്പമാവുന്നു എന്ന് അർത്ഥമില്ല. കാര്യം അതേ അഡ്വാൻസ്മെന്റ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിന്റെ കോൺഫ്ലിക്റ്റ് എന്നുണ്ട്. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് രണ്ടു ഭാഗത്തും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇന്റലിജൻസ് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ട് തന്നെയാണ് പോലീസ് കേസുകൾ തെളിയിക്കുന്നത്. അത് ഇപ്പോഴാണെങ്കിലും പണ്ടാണെങ്കിലും. പണ്ടത്തെ രീതികൾ ഇന്നത്തെക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിരിക്കും. കുറച്ചും കൂടെ കൂടുതൽ ഊഹങ്ങൾക്കും ഇൻറ്റ്യൂഷൻസിനും ഡിസ്കഷൻസിനൊക്കെ സ്കോപ്പ് ഉണ്ടാവും എന്നെനിക്ക് തോന്നിയിരുന്നു കേട്ടപ്പോൾ. പിന്നെ ഓൾറെഡി ഇവർ ഈ കഥയിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഇൻസിഡൻസും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് എനിക്ക് അതിന്റെ പുറത്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഷാജിയായിട്ട് നമ്മുടെ ഒരു പോലീസുകാരൻ, അദ്ദേഹം ഷാജി മാറാട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇലവേൽപൂഞ്ചിനൊക്കെ എഴുതിയിട്ടുള്ള, ഇപ്പൊ പുള്ളി സ്ഥിരമായിട്ട് നമുക്ക് ഷൂട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പുള്ളിയുടെ ഒന്നും കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റിയിരുന്നു. ആ കാലഘട്ടം 93, 94 എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ 93ലേക്ക് 4 വയസ്സാണ് പ്രായം. അപ്പൊ എനിക്ക് ഓർത്തെടുത്ത് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. റെഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ആ സമയത്തുള്ള താരതമ്യേന റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളും പിന്നെ നമ്മള് കേട്ടറിഞ്ഞിട്ടുള്ളതും പിന്നെ ഈ പറഞ്ഞ പോലെ പലരിൽ നിന്നും നമുക്ക് അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ തമിഴ്നാട്ടിലൊക്കെ ജീവിച്ചിരുന്നവർക്ക് ഇപ്പോഴാണെങ്കിൽ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവണമെന്ന് പോലുമില്ല. അപ്പൊ കുറെയൊക്കെ നമ്മള് കുറെ പേരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും പിന്നെ കുറച്ച് മനോധർമ്മം യൂസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ സിനിമകൾ മുഖം പോലത്തെ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. എനിക്ക് അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഒരു റെഫറൻസ് ഒക്കെ ഒന്ന് ആലോചിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അതൊക്കെ തോന്നിയത്. ഭയങ്കര സട്ടിലായിട്ട് ലാലേട്ടൻ അത് പോലീസ് പരിപാടി ചെയ്തിട്ടുണ്ട്. അൺയൂഷ്വൽ ആണ്. യൂഷ്വലി കാണുന്ന പോലീസുകാരൊക്കെ വ്യത്യസ്തമായിരുന്നു. ഗൗതമാണ് ഇതിന്റെ ക്യാമറ ചെയ്തത്. എനിക്കൊന്ന് ഇതിന്റെ ടീസർ വന്നപ്പോൾ തന്നെ കിട്ടാവുന്ന ഒരു അപ്രീസിയേഷനിലൊക്കെ ഇതിന്റെ വിഷ്വലൈസേഷനിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിലെ ലീഡ് ആക്ടറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നത് കൂതറയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ തീവണ്ടി ചെയ്തു, കൽക്കി ചെയ്തു, വീണ്ടും കൊളാബറേറ്റ് ചെയ്യാണ്. ഈ സിനിമയുടെ കാര്യത്തിൽ വരുമ്പം ഇത് ഒരു 90s സെറ്റിങ്സ് ആണ് ആ പശ്ചാത്തലത്തിൽ ഷൂട്ട് ചെയ്യേണ്ടത്. എന്നാൽ ഒരു നമ്മൾ നേരത്തെ പറയുന്ന പോലെ സോ കോൾഡ് ത്രില്ലർ പോലീസ് ഡ്രാമയുടേതായ ഒരു ഗിമ്മിക്കൽ സംഗതി ഒന്നും വേണ്ട എന്ന് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ സൈഡിൽ നിന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ.
എന്തായിരുന്നു നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇനീഷ്യൽ എന്ത് ചെയ്യാം, ഒരു എന്തായാലും നിങ്ങളൊരു ഫ്രെയിംസ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ഒരു ഇനീഷ്യൽ ഡിസിഷൻ എടുക്കുമല്ലോ. ഗൗതമിനെ സംബന്ധിച്ചുള്ള ഗൗതം കണ്ട ഒരു കെമിക്കൽ വേണ്ടെന്നല്ല, എന്തോ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥയാണ് 94-ൽ നടക്കുന്നത്, കുറച്ചെങ്കിലും സിനിമാറ്റിക് ആവണം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്തത് ഒരു ലുക്കപ്പ് ടേബിൾ ഉണ്ടാക്കി. രമേശ് CP എന്ന് പറഞ്ഞ കളറിസ്റ്റും പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞ DOP ഞങ്ങൾ ചേർന്നിട്ട് ടെസ്റ്റ് ഷൂട്ട് നടത്തിയിട്ട് പടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡാർവിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഒരു കളർ ഇത് വെച്ച് ഒരു കളർ പാറ്റേൺ ഞങ്ങൾ പിടിച്ചു. ഇത് അതിൻ്റെ ടെസ്റ്റ് ഷൂട്ട് നടത്തി അത് ഞങ്ങൾ ക്യാമറയിൽ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമ്മൾ മോണിറ്ററിൽ നോക്കുമ്പോൾ സെറ്റിൽ എല്ലാവർക്കും ഈ ലുക്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പടം മൊത്തം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ലട്ട് വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അധികം പടം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അത് ഷൂട്ട് ചെയ്ത് അപ്പോൾ പീരീഡ് ഫീൽ എല്ലാവർക്കും കാണുന്നവർക്കും കിട്ടും. മോണിറ്ററിൽ വന്ന് സീൻ പ്ലേ ബാക്ക് കാണുന്ന എല്ലാവർക്കും. ഇപ്പൊ വേറൊരു ഇതിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം അന്നത്തെ ശരിക്കും 88-നേക്കാളും മുമ്പത്തെ കാലഘട്ടവും നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ പ്ലാൻ ഉണ്ടാവില്ല? ഇപ്പം ജിനുവിനാണെങ്കിലും പിന്നെ ഡാർവിൻ ആണെങ്കിലും, കാരണം ഈ ഒരു കാലഘട്ടം എന്നുള്ളത് ഇപ്പം സിനിമാറ്റിക് ആയിട്ട് കാലഘട്ടത്തെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അവിടെയും നമ്മളൊരു പ്രൊഡക്ഷൻ ഡിസൈനിന്റെ ആനുകൂല്യമാണ് കൂടുതലായിട്ട് എടുക്കാറുള്ളത്. പക്ഷെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വൈഡർ സ്പെക്ട്രത്തിൽ വരുന്ന സമയത്ത് അതിനേക്കാൾ ആളുകൾ ഇതിന്റെ ഒരു ഒറിജിനാലിറ്റി, വിശ്വസനീയത ഭയങ്കര ഫാക്ടർ ആയിരിക്കും. അത് ഞാനിപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഞാൻ ഡാർവിനോടും ഒക്കെ സംസാരിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പോലീസ് സ്റ്റേഷനൊക്കെ കാണിക്കുമ്പോൾ ഇവരിങ്ങനെ ചാരി ഇരിക്കുമ്പം ബാക്കിൽ വോളിലുള്ള അഴുക്കുണ്ടല്ലോ, ഇതിങ്ങനെ തല ഇങ്ങനെ വെച്ചതിൻ്റെ ആ ഒരു പാടുണ്ടാവുമല്ലോ, അതുപോലും അങ്ങനെയൊക്കെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അത്രയധികം റിയൽ ആയിട്ട് വേണം ഇതിൻ്റെ സെറ്റിങ്സ് നമ്മൾ നടത്താനെന്നുള്ളൊരു കാര്യം ഞാനത് ഡാർവിനോട് പറയും. അത് കൃത്യമായിട്ട് അവർ അത് അതിനകത്തൊരു പ്രിപ്പറേഷൻ വരികയും അത് ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിഷ്വൽസിലും ടെക്നിക്കൽ സൈഡിലും നമ്മളെ ഭയങ്കര ആസ് എ റൈറ്റർ എന്നെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം അതാണ്. ആ ഒരു പ്രിപ്പറേഷനും അതിനു വേണ്ടി ഒരു ഹാർഡ് വർക്ക് നടത്തിയിട്ടുണ്ട്. ഇത് ഞാനിപ്പം സൈജുലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊന്നും അതിൻ്റെ ഒരു നമ്മൾ ഓർഗാനിക്കായി പിടിച്ചതാണോ ഈ പ്രൊഡക്ഷൻ ഡിസൈൻ്റെ കാര്യത്തിൽ? എപ്പോഴും നമ്മൾ പീരീഡ് ഡ്രാമ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അപ്രീസിയേഷൻ വരുന്നത് ആ പ്രൊഡക്ഷനിൽ എങ്ങനെയാണ് പീരീഡ് റീക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് മറച്ചു വെക്കുന്നത് പലപ്പോഴും പ്രൊഡക്ഷൻ ഡിസൈനർ എന്ത് ചെയ്തു എന്ന് മെൻഷൻ ചെയ്യാനുള്ള സാധ്യതയാവാറില്ല. കാരണം വെച്ചാൽ ആ കാലഘട്ടത്തെ വണ്ടികൾ, കാളവണ്ടി, കുതിരവണ്ടിയൊക്കെ വരുന്ന സമയത്ത് വലിയ വർക്കായി തോന്നും. ചിലപ്പോൾ അത് വളരെ ഇൻവിസിബിൾ ആവുമല്ലോ. പലപ്പോഴും പ്രൊഡക്ഷൻ ഡിസൈനർ വരുന്ന ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇത് ഞാൻ ഉണ്ടാക്കിയ വീടാണ്, ഞാൻ ഉണ്ടാക്കിയ കിണറാണ്. ആ കാലഘട്ടത്തെ റിക്രിയേറ്റ്, കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 80s അത്ര മാത്രം കാര്യങ്ങളൊന്നും നമ്മുടെ റിയലിസ്റ്റിക് ലൊക്കേഷനിൽ ഉണ്ടാവില്ലല്ലോ. പ്രൊഡക്ഷൻ ഡിസൈനിൽ ശരിക്കുള്ളൊരു ചാലഞ്ച് എന്തായിരുന്നു ദിലീപ്? ശരിക്കും ഇത് നമ്മൾ റിയൽ ലൊക്കേഷൻസ് തന്നെ ഇതിനകത്ത് സെലക്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ കണ്ടെത്താനായിട്ട് ഒരുപാടല്ല. അതായത് എനിക്ക് തോന്നുന്നു 5-6 മാസത്തോളം അത്തരം സ്ഥലങ്ങൾ തേടി നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാം ഇപ്പോൾ സെറ്റിനകത്ത് നടക്കില്ലല്ലോ. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഔട്ട്ഡോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അന്നത്തെ കാലം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ സ്ഥലങ്ങൾ അല്ലേ? ഇപ്പോഴത്തെ പോസ്റ്റ് പോലും പറ്റില്ല. ഒരുപാട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഫ്ലെക്സുകളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതില്ലാത്ത സ്ഥലങ്ങൾ തേടിയിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട്, ഒരുപാട്. അത് ഇടുക്കി, കോട്ടയം, തൊടുപുഴ ആ മേഖലകളിൽ, അല്ലെങ്കിൽ കേരളത്തിന് അങ്ങേറ്റം മൊത്തത്തിൽ സഞ്ചരിച്ചിട്ട് നമ്മൾ ഈ ടെറൈൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അലഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് രസമായിട്ട് കിട്ടിയൊരു സ്ഥലമാണ് കട്ടപ്പനയിലെ കുറച്ച് അകത്തുള്ള ഒരു സ്പേസ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ തൊട്ടപ്പുറത്ത് ചെറിയ വഴി കണ്ടിട്ട് നടന്നു പോയതാണ്. ഒരു രസമുള്ളൊരു നല്ല രസമുള്ള ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ അവിടെ ഒരു സീനെങ്കിലും ചെയ്യണം, ഈ ടോയ് ബ്രോ വന്ന് ഇറങ്ങിയിട്ട് പോകുന്നൊരു ഷോട്ടൊക്കെയാണ്. അപ്പോൾ അത് ഇവിടെ പ്ലാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അന്ന് രാത്രി ഞങ്ങളിത് അതല്ലാതെ വേറൊരു സ്ഥലം കൂടെ നോക്കിയാലോ ജംഗ്ഷൻ ചെയ്യാനായിട്ട്, കവല റിയൽ സ്ഥലം തന്നെ വേണം. അങ്ങനെ ഒരു പ്ലാനുണ്ടായി. ആ നടന്നു പോകുന്ന സ്ഥലത്ത് തന്നെ ഒരു കവല സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ശരിക്കും അവിടുത്തെ ഡാമിൻ്റെ ഒരു കാച്ച്മെൻറ്റ് ഏരിയ, അത് KCBയുടെ കയ്യിലാണ് ആ സ്ഥലം. അത് പെർമിഷൻ കിട്ടാൻ വലിയ പാടായിരുന്നു. കുറച്ച് നമുക്കൊരു 12 ദിവസം മാത്രമേ കിട്ടിയിട്ടുള്ളൂ സെറ്റ് പ്ലാൻ ചെയ്ത്. നമ്മൾ 25-28 ദിവസമൊക്കെ പ്ലാൻ ചെയ്തൊരു സെറ്റായിരുന്നു. പക്ഷെ അതൊന്നും ടൈം കിട്ടാതെ, അതായത് പെർമിഷൻ കിട്ടാനായിട്ട് ഒരുപാട് ഞങ്ങൾ ഒന്നിച്ച് പോയി ഒരു ലൊക്കേഷൻ കണ്ടു. അപ്പം ഇടുക്കിയിൽ. അപ്പം ദിലീപ് കാണിക്കുന്നത് ഞങ്ങൾ 2-3 തവണ അതിന് തൊട്ടടുത്ത് വരെ പോകും. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. ലാസ്റ്റ് എങ്ങനെയോ ഞങ്ങൾ അവിടെ എത്തി. ഇപ്പോൾ ഈ ലൊക്കേഷൻ കണ്ടപ്പോൾ ഞാനിത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിന് പെർമിഷൻ കിട്ടുന്നില്ല. പെർമിഷൻ കിട്ടാതെ വരുമ്പോൾ ദിലീപിന് സമയമില്ലല്ലോ, ഇത് സെറ്റ് വർക്ക് മൊത്തം നടക്കണമല്ലോ. അപ്പോൾ ദിലീപ് എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വരും, നമുക്ക് തൊടുപുഴ പിടിച്ചാലോ? ഞാൻ പറയില്ല, മറ്റേത് വേണം, രണ്ട് പ്രൊഡക്ഷനെ വിളിക്കാൻ പറയും. ഇങ്ങനെ പോയി ലാസ്റ്റ് എന്നെ വിളിച്ച് പേഴ്സണലി പറയും ഇവിടെ വലിയ പാടാണ്, പരിപാടി നടക്കുന്നില്ല, ഡാർവിനെ എങ്ങനെയെങ്കിലും വിളിച്ച് കൺവിൻസ് ചെയ്യണം. അപ്പം ഞാൻ ഡാർവിനെ വിളിക്കുമ്പോൾ ഡാർവിൻ നടക്കില്ലെന്ന് പറയും. ഇപ്പം ദിലീപ് ഞങ്ങളുടെ രണ്ടുപേരും ദിലീപ് എൻ്റെ കൂടെ താമസിക്കുന്നു, എൻ്റെ അടുത്ത് വരും. നമുക്ക് ഇവിടെ ഇതുപോലെ ദിലീപാണല്ലോ ഈ കവല കാണിക്കുന്നത് വരച്ചപ്പം ഇതുപോലെ നമ്മൾ തൊടുപുഴ ഒരു സ്ഥലം കൊണ്ടുപോകും, ഇവിടെ ഇതുപോലെ ഞാൻ ചെയ്തുതരാം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, മറ്റേ വേണം.
ദിലീപ് ഇവനെ വിളിക്കും, എന്നിട്ട് ഇവൻ എന്നെ വിളിക്കും. ഞാൻ പറയും നടക്കത്തില്ല. അങ്ങനെ ലാസ്റ്റ് ചെന്നൈയിൽ നിന്ന് പണിക്കാരെ ഇറക്കി 24 മണിക്കൂർ നിന്ന് അടിച്ച് ദിലീപ് ലാസ്റ്റ് ഞാൻ പറഞ്ഞ് ഡേറ്റ് മാറ്റാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് നടക്കത്തില്ല. തുടങ്ങി മൂന്നാമത്തെ ദിവസം അല്ലേ, മൂന്നാമത്തെ ദിവസം ഞങ്ങൾ കവലയിലേക്ക് ഷൂട്ടും പോയി, അതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാർട്ടർ പ്രകാരം പൊളിച്ച പണം നിൽക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ടൈറ്റായിട്ട് പുള്ളി ചെയ്തത്, പക്ഷെ വൃത്തിയായിട്ട് ചെയ്തു. ഭയങ്കര രസമായിട്ട് ദിലീപ് ചെയ്തു. ദിലീപ് ഒട്ടും ടൈം ഇല്ലാതാണ് ദിലീപ് അത് ചെയ്തത്. ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഭയങ്കര രസമുള്ള ടൈമും ഉണ്ടായിരുന്നു. നമുക്കത് പ്ലാൻ ചെയ്യാനൊക്കെ ഒത്തിരി ടൈമൊക്കെ കിട്ടി. അതായത് ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങളൊരു കുറേ പ്രാവശ്യം ഒരു 10-15 വട്ടമെങ്കിലും വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ പോകുമ്പോഴത്തേനും ഇയാൾ ആംഗിൾ പറയുന്നു, ഡയറക്ടർ ഇങ്ങനെ പറയുന്നു, ഇത് ഇങ്ങനെ വേണം, ഇങ്ങനെ എൻട്രി ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പം നമുക്കത് കൃത്യമായിട്ടത് അത് പ്ലാൻ ചെയ്ത് അവിടെ വർക്ക് ചെയ്തെടുക്കാനുള്ള ടൈമൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പടത്തിൽ. ഞാൻ കുറേ പോലീസ് സിനിമകൾ ചെയ്ത ആൾ, ഇപ്പം നായാട്ട്, ഇലവിഴ പൂഞ്ചിറ, ഇരട്ട അടക്കമുള്ള കുറേ പോലീസ് സ്റ്റോറി തന്നെ കുറേ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ പോലീസ് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ആ ടൈമിലെ പരിപാടി എങ്ങനെയായിരിക്കും, സ്റ്റേഷൻ എങ്ങനെയായിരിക്കും, ഇവരെ തന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഇവർ സീനിയേഴ്സിനെ വിളിച്ച് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കുറേ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ സിനിമകൾ കാണുക എന്നുള്ള ആ ടൈമിൽ പണ്ട് ഈ പറഞ്ഞ പോലെ സെറ്റ് വളരെ കുറവാണല്ലോ, മാക്സിമം റിയൽ ലൊക്കേഷൻസ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ കവല അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണല്ലോ സെറ്റൊക്കെ ഇട്ടിട്ട് പുതിയ പരിപാടി എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. മറ്റേ അങ്ങനെ ഒരു റെഫറൻസ് പരിപാടി പഴയ സിനിമകളിൽ നിന്ന് കുറേ കിട്ടിയിട്ടുണ്ട്. സൈജു, ഇതിൽ ഇപ്പം നാരദനാണെങ്കിൽ നമ്മൾ ഒരു ന്യൂസ് ചാനലിൻ്റെ ഫീൽ ഒരേ സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ എഡിറ്റിൽ ന്യൂസ് ചാനലുണ്ടായിരുന്ന ഒരു സിനിമയുടേതായ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു എഡിറ്റ് ഡിസൈനും ഉണ്ടായിരുന്നു. ഇപ്പം ഈ സിനിമയുടെ കാര്യത്തിൽ ഇവർ ഇതിൻ്റെ കഥാപശ്ചാത്തലത്തിൽ, അവതരണ രീതിയിൽ, ഇതിലെല്ലാം അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രഫിയിലൊക്കെ ഈ പറയുന്ന കഥ പറയുന്ന കാലം 80 ആവുന്ന സമയത്ത് പ്രേക്ഷകൻ 2024 ഈ സിനിമ കാണുന്ന ഫീൽ ഉണ്ടാവും വേണം. എന്നാൽ ആ കാലഘട്ടത്തെ അതിൻ്റെ എഡിറ്റിൽ അനുഭവപ്പെടുത്തും വേണം. എഡിറ്ററുടെ ഒരു ടാസ്ക് എന്തായിരുന്നു ശരിക്കും? എനിക്ക് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഈ പടത്തിൽ ജോയിൻ ചെയ്തത്. ഓൺ ബോർഡ് ആവുന്നത് എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്ത ഫുട്ടേജ് കിട്ടിയത് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞാൽ പുതിയ മെത്തേഡൊന്നും ഇല്ല അതിനകത്ത്. പഴയ സിനിമേൻ്റെ ഒരു സ്പീഡും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ഈ പറഞ്ഞ നിങ്ങൾ നേരത്തെ സംസാരിച്ച ഈ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഭയങ്കര ഡ്രാമാറ്റിക് അങ്ങനത്തെ ഒരു എഡിറ്റും ഒക്കെയാണ്. ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ പുതിയ കാലത്തെ സിനിമ കാണുകയും ചെയ്യണം, പശ്ചാത്തലം പഴയത് എന്നുള്ളതായിരിക്കും അല്ലെ അതിന്റെ ബേസിക് ഇത്. അതെ, തീർച്ചയായിട്ടും പുതിയ കാലത്തെ സിനിമ ഈ കാലത്ത് നിന്നുകൊണ്ട് നമ്മൾ ആ കാലത്ത് നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും, ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ എന്നതിനപ്പുറത്ത് ഇതൊരു ഭയങ്കരമായ ട്വിസ്റ്റും ടേൺസും അങ്ങനെയുള്ള ഒരു സിനിമയല്ല ഇത്. ഇതിനകത്ത് ഞാൻ ഇതിനാദ്യം കൊടുത്തൊരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇത് അന്വേഷണങ്ങളുടെ കഥ മാത്രമല്ല, അന്വേഷകരുടെ കഥ കൂടാണ്. അതായത് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അതിന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അവർ നേരിടുന്ന ചലഞ്ചസ്, അവരുടെ ഒരു പ്രഷർ, അവരുടെ സ്ട്രെസ് ഒക്കെ ആണ്, അതിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ ഡ്രിവൺ സ്ക്രീൻ പ്ലേ ആണ്. ഇൻവെസ്റ്റിഗേഷൻ അപ്പുറത്തേക്ക് നമ്മൾ ഭയങ്കര അങ്ങനത്തെ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അതങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്ത് ഭയങ്കര ഹുക്ക് ചെയ്ത് അങ്ങനെ പോകുന്നൊരു പരിപാടിയല്ല. ഇവരിലൂടെ ഇപ്പം ടൊവി ചെയ്തേക്കുന്ന ആനന്ദ് നാരായണൻ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറിലൂടെ അയാളുടെ ഒരു ജേർണി, അയാളെ നമുക്കൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ഓരോ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ സ്വപ്നങ്ങളും നമ്മളുടെ കുറേ പാഷനും ഉണ്ടാവും. അതിനകത്ത് ഒക്കെ വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് എങ്ങനെ അവരെ മാറ്റുന്നു, അല്ലെങ്കിൽ അത് അവരെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടിയാണ് എൻ്റെ ഫസ്റ്റ് അസൈൻമെന്റ് ആയിട്ട് അങ്ങാണ്ട് കിട്ടുന്ന കേസ്. അയാളുടെ മുന്നിലേക്ക് വരുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഒന്ന് ചാർജ് എടുക്കുമ്പോൾ ചീട്ട് കളിക്കാരുണ്ടാവും. ആ കാലത്ത് VHS വീഡിയോ ലൈബ്രറി റെയ്ഡ് ചെയ്യുക, അതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനെ അതൊക്കെ അന്ന് വളരെ കോമൺ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം, അയാൾ ഈ പ്രൊഫഷനിലേക്ക് വന്നതിൽ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് അല്ല അങ്ങനത്തെ ഒരു കേസ് അയാളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനോട് കാണിക്കുന്ന ഒരു പാഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഹുക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനതിൽ ഇപ്പൊ നമ്മളൊരു ലോങ് റൺ ഉള്ള സിനിമയുടെ സമയമല്ല, ഒരു OTT വാച്ച്, തിയേറ്റർ വാച്ച്. ഇപ്പൊ എനിക്കൊന്ന് തിയേറ്ററിന്റെ സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ ഈ സിനിമ കാണണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ട്രെയിലർ, സോങ് അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോഴാണ് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നത്. നേരത്തെ പോലെ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എല്ലാവരും തിയേറ്റർ പ്രിഫർ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഞാൻ പറയില്ലേ, ഇപ്പോൾ ആളുകൾ തന്നെ നേരത്തെ ഇത് തിയേറ്റർ സ്റ്റഫാണോ OTT സ്റ്റഫാണോ എന്ന് ചോദിക്കുന്നത് പോലെ ഇത് തിയേറ്റർ എന്നുള്ള നിങ്ങളുടെ പ്രൊഡക്ഷന്റെ പേര് തന്നെ തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ്. അപ്പോൾ ഞാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ ഈ ഡ്രീം തിയേറ്ററിന് വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് അല്ല, ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, ഇപ്പം ഒരു സിനിമയുടെ കണ്ടന്റ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ അത് OTT ആണോ തിയേറ്റർ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കോർട്ട് റൂമിൽ മാത്രം നടന്നിട്ടുള്ള ഡ്രാമ അങ്ങനത്തെ ഒരു
പരിപാടിയായിട്ട് വന്നാൽ നേരെ ഇവിടെ വലിയ വിജയമായിരിക്കാം. അപ്പം അതെന്താണ്, ആ സ്ക്രീൻ പ്ലേയിലും അതിൻ്റെ കണ്ടന്റും അത്ര സ്ട്രോങ് ആയതുകൊണ്ടും അത് തിയേറ്ററിൽ തന്നെ കാണണമെന്നുള്ളത് കൊണ്ടാണ് ആ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമ തിയേറ്റർ മസ്റ്റ് വാച്ചായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പോക്ക്, ആ ഫീല്, എമോഷൻ പരിപാടി. പിന്നെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം, അത് നമ്മളൊരു ടി വിക്കകത്തോ അല്ലെങ്കിൽ ഒരു ഐപാഡിനകത്തോ കാണുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഫീൽ അത് പൂർണ്ണമായിട്ട് കിട്ടുന്നത് തിയേറ്റർ വാച്ചിലൂടെ ആയിരിക്കും. അത് ഈ കണ്ടന്റും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രൊഡക്ഷനും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന തിയേറ്ററിൻ്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ ചുരുങ്ങി വരികയാണ്. നമ്മൾ പോസ്റ്റ് കോവിഡ് നോക്കുകയാണെങ്കിൽ 2 വീക്കാണ് ഒരു ഫെയർ ആയിട്ട് വരുന്നത്. അത് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ പോയി പടം കാണുന്ന ആൾ എന്നുള്ള ഇതിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? സ്വന്തം ഈ സിനിമയുടെ കാര്യത്തിൽ എന്താ ഒരു പ്രതീക്ഷ? ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കാണാനാണ്, എല്ലാ സിനിമയും തിയേറ്ററിൽ കാണാനാണ് എനിക്ക് ആഗ്രഹം. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുക, അതില്ലെങ്കിൽ അത് OTT-ലേക്ക് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഈ സിനിമ പ്രത്യേകിച്ച് ഇപ്പോൾ ഗൗതമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓൾറെഡി ഒരു പ്രീസെറ്റ് കളറിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്തത്. നമ്മൾ ഒരു OTT സ്പേസിൽ ഒരു സിനിമ വരുന്ന സമയത്ത് നമുക്കിതുപോലുള്ള വൈഡ് ലെൻസുകൾ ഇട്ടിട്ട് അങ്ങനത്തെ ബ്യൂട്ടിഫുൾ ഷോട്ട്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിങ് ഷോട്ട്സ് അത്രയും ആവശ്യമില്ല. ഇൻസ്റ്റെഡ് കുറച്ചും കൂടെ ക്ലോസറും കുറച്ചും കൂടെ മിഡൊക്കെ ആയിരിക്കും ചെറിയൊരു 5 ഇഞ്ച് സ്ക്രീനിലൊക്കെ കാണുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ OTT ഉദ്ദേശിച്ചിട്ടൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കറിയാമല്ലോ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ്, നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും തിയേറ്ററിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഈ സിനിമ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള, ആൾക്കാരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, ഇതിൻ്റെ എൻ്റർടൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹ്യൂമർ അല്ലാതെ മറ്റു കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എൻ്റർടൈൻഡ് ആവുമല്ലോ. അപ്പോൾ ഈ ഒരു നല്ലൊരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ അതിൻ്റെ കംപ്ലീറ്റഡ് വേർഷൻ, ഫൈനൽ പ്രോഡക്റ്റ് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ അതിന് കുറച്ച് മുമ്പത്തെ ഒരു വേർഷൻ ഓഫ് നമ്മുടെ ഈ സിനിമ കണ്ടതാണ്. അതിൽ ഞാൻ വിചാരിക്കുന്നത് ആൾക്കാർക്കൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാ ത്രില്ലുകളും കൊടുക്കുകയും അതേസമയം ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാക്കാനും ആൾക്കാർക്ക് പറ്റുന്ന തരം ഒരു സിനിമയാണ്. അങ്ങനത്തെ സിനിമകളാണ് തിയേറ്ററിൽ ഓടാൻ സാധ്യത. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. നമുക്കൊക്കെ അസംഷൻസേ ഇതിൽ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ടാണ് ഈ സിനിമ നോക്കി കാണുന്നത്. കാര്യം അത്രയും നമ്മൾ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ കണ്ടാൽ ഇതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കാണാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ച് കുറഞ്ഞ ക്വാളിറ്റിയിൽ OTT-ലും ഒക്കെ കാണാം.